الحمد لله الواحد القهار العزيز الغفار والمهيمن الجبار غافر الذنب وقابل التوب شديد العقاب اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم يحسدون الناس على آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി അർഹമുർ റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിഷ്കളങ്കമായി സ്നേഹിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹൃദയത്തിന്റെ നിഷ്കളങ്കമായ അവസ്ഥയ്ക്ക്, ഇഖ്ലാസുള്ള അവസ്ഥയ്ക്ക് റബ്ബിൽ വലിയ സ്ഥാനങ്ങളുണ്ട്. അത്തരം ഹൃദയങ്ങളിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകളും ഇസ്തിഗ്ഫാറും തൗബയും പ്രാർത്ഥനകളുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയരുന്നത്. ഇസ്ലാമികമായ ശരീഅത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും നല്ല മാതൃക മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബത്തിലേക്കും നമ്മൾ നോക്കൽ കൊണ്ടാണ് അത് നമുക്ക് കരണീയമായി തീരുന്നത്. സ്വഹാബത്ത് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര കണ്ടു സ്നേഹിച്ചുവെന്നാൽ പ്രവാചകന്റെ ദേഹത്തൊരു ചെറിയ മുറിവേറ്റാൽ പോലും സഹിക്കാത്തവരായിരുന്നു സഹാബ കിറാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തിരിച്ചും സ്വഹാബത്തിനെ സ്നേഹിച്ചിരുന്നു. വളരെ നിഷ്കളങ്കമായ ഇഷ്ടം അവർ പരസ്പരം കൈമാറിയിരുന്നു. സ്വഹാബത്തും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഉമ്മത്തിലെ പ്രഥമമായി അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീന് കേട്ട അവരും പരസ്പരമുള്ള അവരുടെ സ്നേഹവും ബന്ധങ്ങളുമെല്ലാം അങ്ങനെയായിരുന്നു. അവരുടെ സങ്കടങ്ങളിൽ പരസ്പരം അവർ ചേർത്ത് നിർത്തിയിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രയാസങ്ങളെ ഉൾക്കൊണ്ടിരുന്നു. അങ്ങനെ സ്നേഹം കൈമാറിയ ആളുകളാണ് സ്വഹാബത്ത്. പ്രിയമുള്ളവരെ, ഓരോരുത്തർക്കും
ലഭിച്ച അനുഗ്രഹങ്ങൾ, സ്വഹാബത്തിനെ സംബന്ധിച്ച് അവർക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോഴും അത് പരസ്പരം കൈമാറാനുള്ള ആഗ്രഹവും തൻ്റെ സഹോദരൻ അത് ലഭിക്കണമെന്നുള്ള അതിയായ മോഹവുമെല്ലാം കൊണ്ടു നടന്നവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ഒരാൾക്ക് കിട്ടുന്ന അനുഗ്രഹം കണ്ടാൽ അതിനോട് ഉള്ളു തുറന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്നവരായിരുന്നു, പങ്കിട്ടിരുന്നവരായിരുന്നു അവർ എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നബിയും സ്വഹാബത്തും ഒരു നിലക്കും പരസ്പരം അസൂയ വെക്കാത്ത മനസ്സിന്റെ ഉടമകളായിരുന്നു എന്നാണ് ചരിത്രം നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നത്. അങ്ങനെ ജീവിതം ധന്യമാക്കിയ ഉമ്മത്തിലെ കണ്ണികളായി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിലെ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മുസ്ലിങ്ങളാണെങ്കിൽ ഈ ഒരു നിഷ്കളങ്കമായ ഹൃദയം നമുക്കുണ്ടാകണം. അസൂയയില്ലാത്ത ഒരു മനസ്സ് അത് നമ്മൾ നേടിയെടുക്കണം. അയൽവാസി, നമ്മുടെ സഹപാഠികൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ലഭിക്കാറുണ്ട്. ആ നേട്ടങ്ങളിൽ ഒരു നിലയ്ക്കും ഒരു കണ്ണുകടിയില്ലാത്ത, ഒരു അസൂയ തോന്നാത്ത ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈമാനിന്റെ അടയാളം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്നാണ്. എന്നാൽ മറിച്ചാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം, ഒരു ദുഃഖം, എനിക്കത് കിട്ടിയില്ലല്ലോ, ഏതെങ്കിലും ഒരു സാഹചര്യം ഒത്തു വന്നാൽ അസൂയപ്പെടുന്ന വ്യക്തിയോട്, അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ അസൂയ കാണിക്കുന്നത് ആ അസൂയപ്പെടുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ മറ്റുള്ളവരുമായി നമ്മളിങ്ങനെ പറഞ്ഞു നടക്കും. അയാൾ അങ്ങനെയുള്ള ആളാണ്, അയാൾ ഭയങ്കര മോശപ്പെട്ട മനുഷ്യനാണ്, അയാൾ ഇങ്ങനെയാണ്. ഒരു അവസരം വന്നാൽ നമുക്ക് ആരോടാണോ അസൂയ തോന്നുന്നത് അയാളെ കുറിച്ച് ഇങ്ങനെ മോശം പറയാൻ തുടങ്ങുന്നുണ്ട് എങ്കിൽ അത് ഹസദിന്റെ, അസൂയയുടെ അടയാളം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ട് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ആളുകൾ നമ്മുടെ വാക്കുകൾ വിശ്വസിക്കുകയും ചെയ്യും. നമ്മൾ പറയണ കേട്ട, കാരണം ഞാൻ സത്യസന്ധനാണ്, അയാളുമായി ഇതുവരെ അങ്ങനെ ഒരു മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അയാൾ കേട്ടിരുന്നിട്ട് അയാൾ എന്ത് ചെയ്യും, ഈ മനുഷ്യനെ കുറിച്ച് മോശം വിചാരങ്ങൾ അയാളുടെ ഹൃദയത്തിൽ ഉടലെടുക്കും. അപ്പൊ നമ്മൾ കാരണം ഒരു വ്യക്തിയുടെ ഒരു കുറവ്, അല്ലെങ്കിൽ അയാളിൽ ഇല്ലാത്തത് തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരാളോട് നമുക്ക് അസൂയ നമ്മൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരാണ്, അസൂയുള്ള വ്യക്തിയെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറവുകൾ അല്ലാത്തത് പോലും ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറഞ്ഞ് മറ്റുള്ളവർ ആളുകളിൽ നിന്ന് ആളുകൾ കൂടെ അയാളെ കുറിച്ച് മോശം വിചാരിക്കട്ടെ എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന വർത്തമാനങ്ങൾ, അത് അസൂയയുടെ അടയാളമാണ്. ചില വ്യക്തികളിൽ വരുന്ന ഈ രോഗം അതിന്റെ പരിധികൾ കടന്നങ്ങനെ വളരെ ആപത്ത് വരുന്ന രൂപത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അസൂയപ്പെടുന്നവനോടുള്ള വെറുപ്പ് കാരണം ഇങ്ങനെ ഇല്ലാത്തതൊക്കെ പറയുക എന്നതൊക്കെ അസൂയയുടെ ഗണത്തിലാണ് വരിക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അസൂയ എന്നാൽ പ്രധാനമായും അത് നമുക്ക് മനസ്സിലാകുന്നത്, അസൂയയുള്ളത് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ സങ്കടം തോന്നുന്നതിനെയാണ് അസൂയ എന്ന് പറയും. ഒരാൾക്ക് നമുക്ക് കിട്ടാത്ത, നമുക്ക് അയാളെക്കാളും കഴിവുണ്ടാകും, നമുക്ക് അയാളെക്കാളും വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടാകും, നമ്മളെക്കാളും വളരെ കുറഞ്ഞ ജീവിതം നയിക്കുന്ന വ്യക്തിത്വമായിരിക്കും. പക്ഷേ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ ചിലപ്പോൾ അയാൾക്ക് നൽകിയെന്ന് വരും. കച്ചവടത്തിലെ ലാഭം, അതുപോലെ തന്നെ മണിമാളികകൾ, സൗധങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കാറുകൾ, അവരുടെ ഇണകളിൽ തമ്മിലുള്ള പരസ്പരമുള്ള സ്നേഹബന്ധങ്ങൾ, അതുപോലെ അവന്റെ സമ്പത്ത്, അവന്റെ എല്ലാ അനുഗ്രഹങ്ങളും കാണുമ്പോൾ, എങ്ങനെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഇത്ര യോഗ്യത ഉണ്ടായിട്ടും, എനിക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ടും, ഞാൻ ഇത്രയൊക്കെ പരിശ്രമിച്ചിട്ടും എനിക്ക് അയാൾക്ക് ലഭിച്ച അത്ര സമ്പത്ത് കിട്ടണില്ലല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് ലഭിച്ച അത്ര സൗകര്യങ്ങൾ എനിക്ക് ലഭിക്കണില്ലല്ലോ, അയാളുടെ അത്ര സൗന്ദര്യം എനിക്കില്ലല്ലോ എന്നൊക്കെയുള്ള രൂപത്തിലുള്ള ആ മനസ്സിന്റെ തേട്ടങ്ങൾ, മനസ്സിന്റെ തോന്നലുകൾ, അത്തരം ചിന്തകളിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ പരിശോധിക്കണം നമ്മളിൽ അസൂയ എന്ന മഹാരോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് നമുക്കൊരു അനുഗ്രഹം വന്നു ചേർന്നാൽ, എനിക്കൊരു അനുഗ്രഹം കിട്ടിയാൽ നമ്മുടെ സഹോദരനും നമ്മുടെ ഉള്ളിൽ എത്ര സന്തോഷം, നമുക്ക് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് തോന്നുന്നു എനിക്കൊരു അനുഗ്രഹം ലഭിച്ചു, ഒരു ബറക്കത്ത് കിട്ടി, ഒരു കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയെ കിട്ടി, നല്ലൊരു ഇണയെ കിട്ടി, മക്കളെ കിട്ടി, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമുക്ക് കിട്ടിയ അതേ അനുഗ്രഹങ്ങൾ
അല്ലെ? ആ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ, നമുക്ക് കിട്ടേണ്ട ഒരു സന്തോഷം. അതേ സന്തോഷം എന്റെ സഹോദരനും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ മാത്രമേ ഞാൻ മുഅ്മിനാവുകയുള്ളൂ. പൂർണ്ണമായ ഒരു മുഅ്മിൻ എന്ന ക്വാളിറ്റിയിലേക്ക് ഞാൻ ഉയർന്നു വരണമെങ്കിൽ എനിക്ക് കിട്ടുന്ന എത്ര സന്തോഷങ്ങളുണ്ടോ അതേ സന്തോഷം നമ്മുടെ സഹോദരങ്ങൾക്കും കിട്ടണമെന്ന് ഒരു മുഅ്മിൻ ആഗ്രഹിക്കുമെന്ന്. അങ്ങനെയായിരുന്നു സ്വഹാബത്തും റസൂലും ഒക്കെ ജീവിച്ചിരുന്നത് നമുക്ക് കാണാം. ലോകത്തെ ഒന്നാമത്തെ കൊലപാതകം തന്നെ നടക്കുന്ന അസൂയയുടെ പേരിലാണ്. അസൂയയുടെ പേരിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീലിന്റെ ബലിയെ സ്വീകരിച്ചു. ബലി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വീകരിച്ചു. ആ സ്വീകരിച്ച കാരണത്താൽ അസൂയ പൂണ്ട് തന്റെ സഹോദരനായ ഹാബീലിനെ കൊലപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ കൊലപാതകം പോലും അസൂയ എന്ന വിപത്ത് കൊണ്ടാണ് ലോകത്തുണ്ടായത് എന്ന് പ്രിയമുള്ളവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്താണ് അസൂയ എന്നതിനെ സംബന്ധിച്ച്? തമന്ന അലാ സവാലി നിഅമത്തില്ലാഹി അലൽ മഹ്സൂദ്. നമ്മൾ ആരോടാണോ അസൂയ വെക്കുന്നത് ആ അസൂയപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് അള്ളാഹു നിഅമത്തായി അനുഗ്രഹങ്ങളായി ഇറക്കിയത് നീങ്ങിപ്പോകണമെന്നൊരു മനുഷ്യൻ ആഗ്രഹിക്കലാണ് അസൂയ. ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു, ഒരാൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തു, അള്ളാഹു ഒരുപാട് കച്ചവടത്തിൽ ബറക്കത്ത് കൊടുത്തു. ആ ബറക്കത്തൊക്കെ അങ്ങ് നീങ്ങിപ്പോകണമെന്ന് എന്റെ മനസ്സിൽ ഞാൻ ഒരാളെ കുറിച്ച് വിചാരിച്ചാൽ, ഞാൻ വിചാരിച്ചു നമ്മള് ഒരു ജോലി നോക്കുമ്പോൾ നമ്മളെക്കാളും അതേ ജോലി തന്നെയാണ് അയാൾ ചെയ്യുക, പക്ഷെ അയാൾക്ക് അതിനേക്കാളും ഇങ്ങനെ ബറക്കത്തള്ള കൊടുത്തുകൊണ്ടിരിക്കണം. അത് കാണുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ തോന്നിയിട്ട് അത് നീങ്ങിപ്പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് പണ്ഡിതന്മാർ അസൂയ എന്ന് പറയുന്നത്. അയാൾക്ക് ലഭിക്കുന്ന ഖൈറിനെ സംബന്ധിച്ച്, നന്മയെ സംബന്ധിച്ച് വെറുപ്പ് തോന്നലും. ഒരാൾക്ക് ഹൈറായ കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ ഹൈർ കാണുമ്പോൾ അതിനോടൊരു വെറുപ്പ് തോന്നലും അസൂയയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ അസൂയപ്പെടുന്നവന്റെ അനുഗ്രഹങ്ങൾ നീങ്ങണമെന്ന ആഗ്രഹവും നന്മ ലഭിക്കുകയാണ് എങ്കിൽ അതിൽ വെറുപ്പ് കാണിക്കലുമാണ് അസൂയ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. മുനാഫിക്കാരാണ്, ആ കപട വിശ്വാസിയാണ്, മുഅ്മിനല്ല. മുനാഫിക്കിന്റെ പ്രത്യേകത പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഫിദ്ദറക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് മനുഷ്യനെന്ന്. നഊദു ബില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, മുനാഫിക്കിന്റെ ലക്ഷണമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈമാനിൽ കുറവ് വരിക എന്നത് അത് അസൂയയുടെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്മുടെ ഈമാൻ ഇങ്ങനെ ചോർന്നു പോകുക എന്നത് അസൂയയുടെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് പണ്ഡിതന്മാർ പറയുന്നത് അസൂയ എന്ന് പറയുന്ന രോഗം നമ്മളെ ബാധിക്കുന്നത് ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് ഇല്ലാതായി തീരുമ്പോഴാണ്. അല്ലാഹ് ഖദറിലുള്ള വിശ്വാസം, പ്രധാനമായും ഖദറിലുള്ള വിശ്വാസം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അയാളുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ഒരു രോഗമാണ് അസൂയ. അതെങ്ങനെയാണ്? അള്ളാഹു ഒരാൾക്ക് ഖദറിൽ വിശ്വാസമുണ്ട് എങ്കിൽ അയാൾക്ക് അസൂയ വരില്ല എന്ന് പറയാൻ കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയത്, എനിക്കൊരു അനുഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹം ഏത് കാലത്തായാലും അത് എന്നിലേക്ക് വന്നു ചെയ്യും. അത് മറ്റൊരാളുടെ പേരിൽ നമ്മൾ അസൂയപ്പെട്ടൊരു കാര്യം, അയാൾക്കത് കിട്ടി എനിക്കത് കിട്ടേണ്ടതായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അയാൾക്കാണ് അള്ളാഹു അത് വിധിച്ചത്. അയാൾക്ക് അള്ളാഹുവിന്റെ വിധി എന്ന് പറഞ്ഞാൽ ആ ഖദറിലുള്ള വിശ്വാസം അത് യഥാർത്ഥത്തിൽ ശരിയായാൽ അയാളുടെ മനസ്സിൽ അസൂയ തോന്നില്ല. അയാൾക്ക് ലഭിച്ച നേട്ടം അയാൾക്ക് തന്നെ ലഭിക്കേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കണം. അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു, അതെനിക്ക് വരേണ്ടതല്ലായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹ് എനിക്ക് വിധിച്ചതാണത്. ആ വിധിയിൽ ഞാൻ വിശ്വസിക്കുക വഴി നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കും. നമ്മുടെ മനസ്സിൽ നിന്ന് അസൂയ എന്ന രോഗം അത് കെട്ടടങ്ങിപ്പോകും. അപ്പൊ റബ്ബിനെ കണക്കാക്കേണ്ട പോലെ ഒരു വിശ്വാസിക്ക് കണക്കാക്കാൻ കഴിയണം, അല്ലെങ്കിൽ എന്ത് ഈ രോഗം നമ്മളെ വന്ന് പിടികൂടും. ഇസ്ലാം രണ്ട് കാര്യങ്ങളിലാണ് അസൂയപ്പെടാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഒന്ന് ഇൽമിന്റെ വിഷയത്തില് അറിവുണ്ടാവുക, ഒരു മനുഷ്യന് അറിവ് ലഭിക്കുന്നു, അയാൾ ഇങ്ങനെ അറിവ് നേടിക്കൊണ്ടേയിരിക്കുന്നു. അയാളുടെ അറിവിന്റെ വിഷയത്തിൽ അള്ളാഹു എനിക്ക് ആ അറിവ് കിട്ടിയില്ലല്ലോ, എനിക്ക് ഇനിയും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ പഠിക്കുക, ഒരാളോട് അസൂയ വെച്ചുകൊണ്ട്. അല്ലാതെ അയാളെ അറിവ് നീങ്ങിപ്പോകാനല്ല, മറിച്ച് അയാളെക്കാളും എനിക്ക് കൂടുതലായി പഠിക്കണം, ഇൽമ് കൂടുതലായി നേടണം, എനിക്ക് ഒരുപാട് അജ്ഞതകളുണ്ട്, ജഹിൽ എന്നെ ബാധിച്ചിട്ടുണ്ട്, എനിക്ക് അറിവുകൾ ഇൽമ് നേടി നല്ല അറിവ് നേടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണ രൂപത്തിലൊക്കെ ഞാൻ വളർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കൽ എന്താണ്? ആ അസൂയ ജായിസായ അസൂയ. അതുപോലെ തന്നെ സ്വതക്കയുടെ വിഷയങ്ങൾ വരുമ്പോൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വരുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ധാരാളമായി കൊടുക്കണം നമ്മൾ കാണും. എനിക്ക് റബ്ബ് അത്രയും സമ്പത്ത് നൽകിയിട്ടില്ലല്ലോ, എനിക്ക് അത്ര കണ്ട അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ലല്ലോ, എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാമായിരുന്നു എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ അസൂയ കാണിക്കാം.
എനിക്കും അതുപോലെ ഉണ്ടായാൽ എനിക്കും അതുപോലെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റും എന്ന വിഷയത്തിൽ അസൂയയാകാം. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് അസൂയ പാടുള്ളൂ എന്നാണ്. ബാക്കി എല്ലാ വിഷയങ്ങളിലും നമ്മൾ അസൂയപ്പെടാൻ പാടില്ല എന്നാണ്. എന്നാൽ നമ്മിൽ പലരുടെയും ഹൃദയത്തിൽ ഉണ്ടാകുന്ന അസൂയയുടെ രൂപം ഈ രണ്ട് വിഷയങ്ങളിലല്ല, മറ്റുള്ള ബാക്കി കാര്യങ്ങളിലാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അം യഖ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യന്മാർക്ക് നൽകിയതിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നാറുണ്ടോ? ഫഖദ് ആതൈനാ ആല ഇബ്രാഹീമൽ കിതാബ വൽ ഹിക്മ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബും അതുപോലെ തന്നെ ഹിക്മത്തും അറിവും വൈജ്ഞാനികമായ അറിവും അതുപോലെ തന്നെ ഹിക്മത്തും കിതാബും അല്ലാഹു നൽകി. വാതൈനാഹും മുൽക്കൻ അളീമ, വമ്പിച്ചതായ ആധിപത്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്മാർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ വിഷയങ്ങളിൽ നിങ്ങൾ അസൂയപ്പെടരുത്. അള്ളാഹുവിന്റെ ഫളിലാണത്. ഇബ്രാഹിം നബിക്ക് അള്ളാഹു ഫളിൽ നൽകി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാരുടെ കുടുംബം അത് തുടങ്ങുന്നത് ഇബ്രാഹിം നബി അബുൽ അംബിയ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അറിയപ്പെടുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നിന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയും അവസാനത്തെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാം. അപ്പോ നസ്രാനികളായ ആളുകളും അതുപോലെ തന്നെ യഹൂദന്മാരായ ആളുകളും ആ പ്രവാചകന്റെ ആഗമനത്തിന്റെ വിഷയത്തിൽ അസൂയ വെച്ച് പുലർത്തി. കാരണം ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലല്ല വന്നു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെ പരമ്പരയിലായിപ്പോയി മുഹമ്മദ് നബി എന്ന കാരണത്താൽ മുഹമ്മദ് നബിയെ സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ യഥാർത്ഥത്തിൽ അവരാണ് സ്വീകരിക്കാൻ ഏറ്റവും അർഹരായ ആളുകൾ. അവർക്കറിയാമായിരുന്നു ഇങ്ങനൊരു പ്രവാചകൻ വരുന്നുണ്ട് എന്നും ആ പ്രവാചകൻ ഇങ്ങനെ ആയിരിക്കുമെന്നും അഹമ്മദ് എന്ന പേര് ആ പ്രവാചകൻ ഉണ്ടായിരിക്കുമെന്നുമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവർ അസൂയയുടെ വിഷയത്തിൽ അസൂയയുടെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ്. ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള അസൂയ തന്നെയാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത് എന്നാണ്. മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ വാജിബ്, ഒരു വിശ്വാസിക്ക് വാജിബാണ്, നിർബന്ധമാണ്, അലൽ ആഖിലി, ബുദ്ധിമാനായ ഒരു വിശ്വാസിക്ക് മുജാലിബത്തുൽ ഹസദ്, അസൂയയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ഒരു വിശ്വാസിക്ക് നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു നൽകിയതിൽ തൃപ്തരാകാതെ ഇരിക്കുക എന്നതാണ് അസൂയ എന്നത്. അള്ളാഹു നൽകിയ അള്ളാഹുവിന്റെ വിധിയിൽ അതൃപ്തരാകാതിരിക്കുക, ഒരു മനുഷ്യന് തൃപ്തി അടയണില്ല എന്ന് തോന്നലാണ് അസൂയയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ എന്ന് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ച ഒരു കാര്യത്തിന് എതിരെ ളിദ്ദായിക്കൊണ്ട് വിപരീതമായിട്ടുള്ളതാണ് നമുക്ക് ലഭിക്കേണ്ടത് എന്ന് വാശി പിടിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അള്ളാഹ് വിധിക്കേണ്ടിയിരുന്നത്, ഇങ്ങനെയാണ് വിധിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നൽ. ഇറാദത്തുൽ ളിദ്ദ, ഹുക്കുമില്ല, അള്ളാഹുവിന്റെ ഹുക്കുമിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിധിയെ സംബന്ധിച്ച് അതിന് ളിദ്ദ് കാണിക്കുക, വിപരീത അവസ്ഥയിൽ ഓപ്പോസിറ്റ് പറയുക എന്നത്, വിപരീതമായിട്ടുള്ള രൂപം കാണിക്കുക എന്നത് അത് അസൂയയുടെ അടയാളമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിധിയെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, ഒരു വിശാലത, ഒരു ഇസ്തിറാഹത്ത് ഒരു മനുഷ്യന് ലഭിക്കാതിരിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തതമന്നൂ അലാ മാ ഫളലല്ലാഹു ബഅ്ലഹും അലാ ബഅൽ, വലാ തതമന്നൂ, നിങ്ങൾ ആഗ്രഹിക്കരുത്, അലാ മാ ഫളലല്ലാഹു ബഅ്ലഹും അലാ ബഅൽ, നിങ്ങളിൽ ചിലരെ നിങ്ങളെക്കാളും ശ്രേഷ്ഠരാക്കി എന്നതിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും അതിന്റെ പിന്നാലെ പോയി നിങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കരുത്. നിങ്ങൾ അതിയായി ഇങ്ങനെ അതിമോഹം കാണിക്കരുത്. നിങ്ങളെക്കാൾ അല്ലാഹു നിങ്ങൾക്ക് ഫള് കൊടുക്കും, ശ്രേഷ്ഠത കൊടുക്കും, ആ സമ്പത്തായി കൊടുക്കും, മക്കളായി കൊടുക്കും, ഇണകളായി കൊടുക്കും, സൗകര്യങ്ങളായി കൊടുക്കും. അതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലൊരു മോശം ചിന്ത വരേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അസൂയ വെക്കാൻ പറ്റൂല. ഒരു മുഅ്മിനാണെങ്കിൽ അവന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതിൽ നിങ്ങൾ മോഹം കാണിക്കരുത് എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് ലഭിക്കണം കണ്ടിട്ട് അതിനിങ്ങനെ അതിയായൊരു മോഹം, ഒരു ആർത്തി, ഒരു വല്ലാത്തൊരു അടങ്ങാത്തൊരു അഭിനിവേശം ഒന്നിനോട് തോന്നിയിട്ട് അയാളതൊക്കെ നശിച്ചു പോട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായി ഞാൻ നിങ്ങൾ മാറാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു 43-ാം അധ്യായം 32-ാമത്തെ വചനത്തിലൂടെ,
നാമാണ് നിങ്ങളുടെ മഈശത്ത്, നിങ്ങളുടെ ഉപജീവനം ഓഹരി വെച്ച് നൽകിയിട്ടുള്ളത്. എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നേടാനുള്ളത് അതെല്ലാം ഞാനിങ്ങനെ നേടും. ഇത് റബ്ബിന്റെ വിധിയാണ്. എത്ര മനോഹരമായ ആശയമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ പിന്നാലെ എത്ര കണ്ട് നമ്മൾ ഓടിയാലും ശരി, എത്ര കണ്ട് നമ്മൾ അത്യാഗ്രഹങ്ങൾ കാണിച്ചാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരാൻ ഉദ്ദേശിച്ചതേ നൽകുകയുള്ളൂ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അവർക്കിടയിലുള്ള മഈശത്ത് നാമാണ് ഓഹരി വെച്ചത്. അള്ളയാണ് എനിക്ക് നിങ്ങൾക്ക് ഓഹരി വെച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ വിഷയങ്ങളിൽ അള്ളാഹുവാണ് ഓഹരി വെച്ച് നിർണയിച്ചത്. അപ്പൊ അങ്ങനെ തൃപ്തിപ്പെടാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയണം. ഓരോരുത്തരുടെയും ജീവിത വഴികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നുണ്ട് എന്ന പ്രവാചക വചനം സല്ലല്ലാഹു അലൈഹി പ്രവാചകൻ പറഞ്ഞു, വലാ തഹാസദു, റസൂലിന്റെ വചനമാണ്, വലാ തഹാസദു, നിങ്ങൾ പരസ്പരം അന്യോന്യം അസൂയ കാണിക്കാൻ പാടില്ല. അതൊരു രോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ അസൂയ കാണിക്കാൻ പാടില്ല. വലാ തദാബറു, നിങ്ങൾ ആളുകളിൽ നിന്ന് ഇങ്ങനെ പിന്തിരിഞ്ഞു കളയാൻ പാടില്ല. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ ആകേണ്ടത് അള്ളാഹുവിന്റെ അടിമകളായി സാഹോദര്യത്തോടുകൂടി നിങ്ങൾ കഴിഞ്ഞുകൂടണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് നമ്മുടെ സഹോദരനാണ്, അവർക്ക് കിട്ടുന്ന അനുഗ്രഹം കണ്ടിട്ട് അൽഹംദുലില്ലാ ബറകല്ലാഹു ലക് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. ഹൃദയം അറിഞ്ഞു പറയാൻ നമുക്ക് കഴിയണമെന്നാണ് നബി വീണ്ടും പഠിപ്പിച്ചു, ലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ അൽ ഈമാൻ വൽ ഹസദ്, ഒരു മുഅ്മിനിന്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരികയില്ല. എന്തൊക്കെയാണ്? ഒന്ന് അൽ ഈമാൻ വൽ ഹസദ്, ഈമാനും ഹസദും, വിശ്വാസവും അസൂയയും രണ്ടും ഒരുമിച്ച് വരൂല ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മുടെ മനസ്സിൽ ഇത്തരം രോഗം ബാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളതിന് പ്രതിവിധികൾ കാണണം. ആ രോഗത്തിൽ നിന്ന് മുക്തമാകാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കണം. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകണം. റസൂലുള്ളാഹി പറഞ്ഞതുപോലെ ഈമാനും ഹസദും ഒരുമിക്കുന്നില്ല എങ്കിൽ നമ്മൾ മുഅ്മിൻ അല്ല എന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ മനസ്സിങ്ങനെ തോന്നുന്നത് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളാണ് മാറേണ്ടത്. നമ്മുടെ ഹൃദയമാണ് മാറേണ്ടത്. നമ്മുടെ ഹൃദയം അത് വിശാലമാണ്. ആ വിശാലമായ ഹൃദയത്തിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും വചനങ്ങൾ കേൾക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും, പരിവർത്തനങ്ങൾ ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിപ്പിക്കുന്ന മുറപ്രകാരം നമ്മൾ ജീവിക്കാൻ വേണ്ടി സന്നദ്ധരാവുക എന്നാണ് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ യഥാവിധം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വാഹിദുൽ ഖഹാർ അൽ ഫർദുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂചിപ്പിച്ചു വന്നത് അസൂയയുടെ ഗൗരവകരമായ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അസൂയ എന്ന മഹാരോഗം, അത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച, അല്ലെങ്കിൽ അതിന്റെ ഗൗരവത്തിനെ സംബന്ധിച്ച. പ്രിയമുള്ളവരെ, അസൂയ എന്നത് ഒരുപാട് ലക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് യഗ്താബു ഇദാ ഗാബൽ മഹ്സൂദ്, നമ്മൾ അസൂയപ്പെടുന്ന വ്യക്തിയുടെ അഭാവത്തിൽ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു അസൂയ തോന്നുന്ന ഒരു വ്യക്തിയെ അയാൾ ഇല്ലാത്ത സമയത്ത് അയാളെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയുന്നുണ്ട് എങ്കിൽ അത് അസൂയയുടെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. രണ്ടാമത് വയത്തമല്ലഖു ഇദാ ഷഹിദ, നേരിൽ കാണുമ്പോൾ അയാളെ, ഈ അസൂയുള്ള ആളിനെ തന്നെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ അയാളെ ഹൃദയത്തിൽ തട്ടാതെ, നമ്മളെ ഹൃദയത്തിൽ തട്ടാതെ അയാളോട് സ്നേഹം കാണിക്കും. നമുക്ക് അയാളെ കുറിച്ച് മോശമാണ് വിചാരം ഉള്ളിൽ, പക്ഷേ ഇതൊന്നും കാണിക്കാതെ അയാളോട് ഇടപഴകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അയാൾക്ക് നമ്മളോട്, അല്ലെങ്കിൽ ഇയാൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ നമ്മളിലൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുള്ള രോഗങ്ങളാണ് ഇതൊക്കെ. യതമല്ലഖു ഇദാ ഷഹിദ, അയാൾ നേരിൽ കാണുമ്പോഴാണെങ്കിലോ ഹൃദയത്തിൽ തട്ടാതെ ഇങ്ങനെ സ്നേഹവാക്കുകൾ കൊണ്ട് ഇങ്ങനെ പൊലിപ്പിച്ചു അയാളെ കുറിച്ച് ഇങ്ങനെ മധു, ഇങ്ങനെ ഒരു തേൻ കനിയണ പോലെ ഇങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ ഉതിർന്നു വീഴുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ, അത് അസൂയയുടെ ലക്ഷണമായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. മൂന്നാമത്തത് വയഷ്മത്തു ബിൽ മുസീബ, അയാൾക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം വന്നു എന്നറിഞ്ഞാൽ
ഉള്ളിൽ ഇങ്ങനെ ഊറി ഊറിച്ചിരിക്കുന്ന, അയാളോട് ദേഷ്യം വന്നാൽ ഇങ്ങനെ അയാൾക്കൊരു ദോഷം വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന അവസ്ഥ, അത് ഹൃദയത്തിനുള്ളിൽ രൂപപ്പെടുന്നുണ്ട് എങ്കിൽ അതും അസൂയയുടെ ലക്ഷണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. എത്ര ഗൗരവമുള്ള വിഷയമാണ് അല്ലെ? അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്നൊക്കെ പറയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മരുന്നുണ്ട്. ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഖളാഇൽ ഉള്ള വിശ്വാസം, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അസൂയ എന്ന രോഗത്തിനെ തുടച്ചു മാറ്റാൻ സഹായിക്കും. 2 പ്രാർത്ഥനകളാണ്, ദുആകളാണ്. എങ്ങനെയുള്ള ദുആ? ഇദാ റഅ അഹദുകും മിൻ നഫ്സിഹി ഔ മാലിഹി ഔ മിൻ അഖീഹി, നിങ്ങളൊരു സഹോദരന്റെ അനുഗ്രഹങ്ങളിൽ, അയാളുടെ ശരീരത്തിൽ, അയാളുടെ സമ്പത്തിൽ, അയാളുടെ മിൻ അഖീഹി സഹോദരന്റെ സമ്പത്തിലും അയാളുടെ ശരീരത്തിലുമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അനുഗ്രഹങ്ങൾ കണ്ടാൽ മയുഅജിബുഹു, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായി. നിങ്ങൾക്ക് അയാളെ കാണുമ്പോൾ ഒരു അത്ഭുതം തോന്നുകയാണ്. ഇന്നലെ വരെ സമ്പത്തൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര ധനികനായി മാറുന്നു. ഇന്നലെ വരെ ആരോഗ്യം ശുഷ്കിച്ചിരുന്നൊരു മനുഷ്യൻ നല്ല പവറുള്ള നല്ല ബോഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ മുമ്പിൽ. ഇന്നലെ വരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ സജീവമായി രംഗത്തേക്ക് വരുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു വിശ്വാസിയായ മനുഷ്യനിൽ ഉടലെടുക്കേണ്ട, നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിട്ട് അതിനെ തോന്നിയാൽ, ഒരു കുട്ടി പറഞ്ഞാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ, സൗന്ദര്യം കാണുമ്പോൾ, അവർക്ക് നല്ല ആഹ്ലാദമുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ, കുടുംബത്തിന്റെ സന്തോഷങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് പലപ്പോഴും. ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ നമ്മുടെ മുന്നിൽ കണ്ടാൽ, നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടാൽ, നിങ്ങൾ അയാൾക്കൊണ്ട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ബറക്കല്ലാഹു ലക. അതല്ല നമ്മൾ കല്യാണിക്കാഹിന്റെ വേളകളിലേക്ക് എന്താ ബറക്കെന്ന് പറയുന്നത്? അയാൾ അസൂയ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും നന്നായി ഒരുങ്ങുന്ന ദിവസങ്ങളായിരിക്കും അതൊക്കെ. ബറക്കല്ലാഹു ലകുമാ വബറക അലൈകുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു സന്തോഷമുള്ള കാര്യം കാണുമ്പോൾ, അള്ളാഹു കച്ചവടം കാണുമ്പോൾ അല്ലെ, നമുക്ക് അതിന് കിട്ടുന്ന ഒരു നല്ല തെങ്ങിൽ നല്ല ശോഭിച്ച് നിൽക്കുന്ന രൂപത്തിലുള്ള നല്ലൊരു കായവ് കാണുമ്പോൾ ബറക്കല്ലാഹു ലക, നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് തരട്ടെ എന്ന് പറയാൻ, ഉള്ളു തുറന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. എങ്കിൽ എന്ത് ചെയ്യും? ഈ രോഗം നമ്മളിൽ നിന്ന് അടർന്നു മാറും. ഫഇന്നൽ ഐന ഹഖ്ഖുൻ, തീർച്ചയായും കണ്ണീർ അത് സത്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് വെച്ചു ഈ ഹദീസിനോട്. അപ്പോൾ കണ്ണീർ ബാധിക്കും, പ്രയാസങ്ങൾ ഉണ്ടാകും, ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് വരാതിരിക്കാൻ എന്ത് വേണം? നമ്മളിങ്ങനെ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു നിനക്ക് ബറക്കത്ത് തരട്ടെ, അതിന്റെ കച്ചവടം റാഹത്താണല്ലോ, അൽഹംദുലില്ലാഹ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുമൊക്കെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വരണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നമ്മളിൽ ഈ രോഗം നമ്മളിൽ നിന്ന് മാറിപ്പോകും. മൂന്നാമത് വിശ്വാസം നമ്മൾ പൂർണ്ണമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈമാൻ അത് ഒരു ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരാതെ നല്ല ദൃഢമായ ഒരു ഈമാനിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നു വന്നാൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഇത്തരം രോഗങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ഈ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ ദീനാണ്, അത് റസൂലുള്ളാഹിയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ പുലർത്തിയാൽ ഇൻഷാ അല്ലാഹ് വരും നാളുകളിൽ ഇത്തരം രോഗങ്ങൾ നമ്മൾ വിട്ട് മാറിപ്പോവുകയും നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമതായി ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇൻഷാ അല്ലാഹ് നമ്മുടെ തെന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന്, ഏകദേശം എൻ്റെ നാടിനോടടുത്തുള്ള പ്രദേശമാണ്. മുമ്പ് ഒരു ദിവസം അവർ ഇവിടെ വന്നിരുന്നു. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട്, ഒരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. കുറച്ച് വസ്തു വാങ്ങി അൽഹംദുലില്ലാഹ് ഏകദേശം ഒരു 15 ലക്ഷത്തോളം രൂപ അവർ ഇപ്പോൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. കയ്യിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും പല ആളുകളും ഓഫറുകൾ പറഞ്ഞു വെച്ച എമൗണ്ടാണത്. അതുപോലെ ഇൻഷാ അല്ലാഹ് ഇനി അവർക്ക് 10 ലക്ഷം രൂപ കൂടെ ആ വസ്തു വാങ്ങണമെങ്കിൽ അവർക്ക് വേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കഴിയുന്ന എന്താണോ അതൊന്ന് ഓഫറായി പറയുകയോ, അത് പുറത്തവരുണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മൾ ബക്കറ്റ് കളക്ഷനായിട്ടല്ല എടുക്കുന്നത്, മറിച്ച് നിങ്ങളെ കൊണ്ട് കഴിയണ ഒരു എമൗണ്ട് അത് എത്രയാണോ ഇൻഷാ അല്ലാഹ് അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് ബറക്കത്തെ കിട്ടുള്ളൂ എന്ന ഉറച്ച വിശ്വാസമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ വളരെ ഗൗരവപൂർവ്വം ഇടപെടണമെന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ നിന്റെ മഗ്ഫിറത്തും മർഹമത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأضل الشرك والمشركين. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء
وشماتة الأعداء. اللهم اشف أمراضنا وأمراض قلوبنا. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد والحمد لله رب العالمين.